മാമാങ്കം എന്ന് നമ്മൾ കേട്ടുപോരുന്ന ഒരു കഥ യഥാർത്ഥത്തിൽ ഈ മഹാമാഘം തന്നെയാണ്. മഹാമാഘം, മാഘത്തിന്റെ മലയാളമാണ് മകം. അപ്പൊ മഹാമാഘം അല്ലെങ്കിൽ മഹാമാഘം ഇത് പറഞ്ഞു ലോപിച്ചിട്ടാണ് മാമാങ്കമാകുന്നത്. ഈ മാമാങ്കത്തിലെ അംഗത്തിന് നമ്മൾ അംഗം എന്ന് കേൾക്കുന്ന അംഗവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാൽ സാമൂതിരിപ്പാടിന്റെ കാലത്ത് ഇവിടെ വള്ളുവ കോനാതിരിയുമായി യുദ്ധം ചെയ്താണ് ആ അധികാരം പിടിച്ചെടുത്തത്. മാമാങ്കം നടത്തുന്നതിനുള്ള അധികാരം പിടിച്ചെടുത്തത് എന്നുള്ളത് കൊണ്ട് തുടർന്ന് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്മാരകങ്ങളായിട്ട് ഇതിന് ചുറ്റും ഒരുപാട് ചരിത്ര സ്മാരകങ്ങളെ ആർക്കിയോളജിക്കൽ വകുപ്പ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണാം. അതെല്ലാം ദൗർഭാഗ്യവശാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളാണ്. ഇന്ന് നിലപാട് തറ എന്ന് കാണുന്നത് തളി ക്ഷേത്രമാണ്. എടക്കളത്തൂർ ഭട്ടതിരി വാനനിരീക്ഷണം നടത്തിയിരുന്ന കിണറാണ് ചാവേറുകളെ ചവിട്ടി താഴ്ത്തിയതായി പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുന്നത്. ശരിക്കും അങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ ആദരിക്കുന്ന സംസ്കൃതിയാണ് ഹിന്ദു സംസ്കൃതിയുടേത്. അവരെ കിണറ്റിൽ ചവിട്ടി തള്ളുന്ന സംസ്കൃതിയല്ല. പിന്നെ മുനിയറ, മരുന്നറ എന്നുള്ള പേരിൽ കാണാം. സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്രം മാറിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ചരിത്രം എന്നതിനെ കുറിച്ചൊക്കെ വീണ്ടും ചിന്തിക്കേണ്ടതൊക്കെ ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര കാലമായിട്ട് പഠിച്ചു വെച്ച പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളാണെന്ന് ഉള്ള വ്യാഖ്യാനങ്ങൾ സംഘപരിവാരക്കാരുടേതാണ്. ഏറെ കാലമായിട്ട് അത് തുടരുന്നുണ്ട്. എന്തിനേറെ താജ്മഹൽ പോലും ഒരു ക്ഷേത്രമാണ് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ താജ്മഹൽ ഇപ്പോൾ താജ്മഹലായിട്ട് തന്നെ പോയി കണ്ടേക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പോഴിതാ നമുക്കറിയാവുന്ന മാമാങ്കത്തെ വേറെ എന്തൊക്കെയോ സംഗതിയായിട്ട് അവിടെ ക്ഷേത്രമായിരുന്നു, നിലപാട് തറ ക്ഷേത്രമായിരുന്നെന്നും ആ കിണർ വേറെ എന്തൊക്കെയായിരുന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തി ആരാണ്? ഒരാൾ പറയുന്നത് കേൾക്കൂ. കുംഭമേള സംഘടിപ്പിക്കുന്ന ജൂന ഘാഡ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയായിട്ട് ആനന്ദവനം ഭാരതി എന്ന് പറയുന്ന ആൾ മഹാമണ്ഡലേശ്വരായി വന്നിട്ടാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം പഴയൊരു SFI-കാരനാണ്. കേരളവർമ്മ കോളേജിലെ SFI-കാരനായിരുന്നു. പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പേര് സലിൽ എന്നായിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. മാധവിയുടെക്കൊക്കെ വേണ്ടി ജോലി ചെയ്തിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് SFI-യിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം 8 കേസുകളിൽ പ്രതിയായി. ജാമ്യമില്ലാത്ത കേസുകളിൽ പ്രതിയായപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോയത്. ഇതാണ് ഇപ്പോൾ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസി ആയിരുന്നു അദ്ദേഹം എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അയാൾ എന്തായാലും പല ചരിത്രങ്ങളും അമ്പലങ്ങാണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് ഇയാൾ എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എന്താണ് ഈ കുംഭമേള എന്നും എന്താണ് നമ്മുടെ നാട്ടിലെ ആ ഒരു പരിപാടി എന്നുള്ളതാണ്. അരുൺ മോഹൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു എഴുത്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയുന്ന ചരിത്രം അല്ലെങ്കിൽ ചരിത്രകാരന്മാര് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്തുകൊണ്ടാണ് പല ചരിത്രകാരന്മാരും നിശബ്ദരായിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നിലപാട് ഒരു അമ്പലമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതല്ല, അത് ഇങ്ങനെയാണെന്ന് എന്താണ് ആരും പറഞ്ഞു വെക്കാത്തതാണ്. അരുൺ മോഹൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയത് ഇങ്ങനെയാണ്. ഇത് വിമർശനമല്ല, ഒരു അറിവായി കാണുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ ഉത്തരേന്ത്യൻ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ഒരു ഉത്സവത്തെക്കുറിച്ചുള്ള വാർത്തകൾ നാം കേൾക്കുന്നു. ഇതിനെ ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പൊതുസമൂഹത്തിൽ മുന്നിൽ ഇതിനെ പുരാതനമായ തിരുനാവായ മാമാങ്കം പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. രണ്ടും രണ്ടാണ്. മാമാങ്കവും ഒപ്പം തന്നെ ഈ ഒരു കുംഭമേളയും രണ്ടും രണ്ടാണ്. ചരിത്രത്തെയും കേരളീയ പാരമ്പര്യങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വാദം തികച്ചും അസംബന്ധവും കേരളീയ പാരമ്പര്യത്തിന് വിരുദ്ധവുമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതിനുള്ള കാരണങ്ങൾ താഴെയാണ്. കുംഭമേളയും കേരളം തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. കാരണം കുംഭമേള നടക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. പ്രയാഗ്, നാസിക്, ഹരിദ്വാർ, ഉജ്ജയിൻ ഈ 4 നഗരങ്ങളിലാണ് ഈ കുംഭമേള നടക്കുന്നത്. അതിന് പാലാഴി മദനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്. എൻ്റെ തന്നെ ഈ ചാനലിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇത്തരം കഥകളൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. കഴിയുമെങ്കിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ വിശ്വാസപരമായോ ആചാരപരമായോ ഐതിഹ്യപരമായോ കേരളവുമായിട്ട് ഈ പറയുന്ന കുംഭമേളയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് മാമാങ്കം?
പുരാതന കേരളത്തിൽ നിലനിന്നിരുന്ന വൈദിക സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു ഉത്സവമാണ് മാമാങ്കം. 5-6 നൂറ്റാണ്ടുകളായി ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ നമ്പൂതിരിമാരാണ് ഇത് ആരംഭിച്ചത്. ഗംഗയെ പോലെ വിശുദ്ധമായി അവർ കണ്ട നിളയുടെ തീരത്ത് ഒരു വൈദിക സംസ്കാരം കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിച്ചു. മറ്റു ബ്രാഹ്മണ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തരായ നമ്പൂതിരിമാർ ശ്രൗത പാരമ്പര്യം പിന്തുടരുന്നവരായിരുന്നു. ഭജനകളും പ്രസംഗങ്ങളും നടത്തുന്ന ഉത്തരേന്ത്യൻ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇവന്മാര് അഗ്നിയെ തീന സാക്ഷിയാക്കിയിട്ടുള്ള യാഗങ്ങളൊക്കെ അതിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. 12 വർഷത്തിലൊരിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൃഹസ്പതി വ്യാഴം ഒരു ഭ്രമണപഥം പൂർത്തിയാക്കുമ്പോഴാണ് മാമാങ്കം നടത്തിയിരുന്നത്. ദേവഗുരുവായ ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിന്റെ കമണ്ഡലുവിലുള്ള ആകാശഗംഗയെ നിളയിലേക്ക് ഒഴുക്കാനാണ് 56 ദിവസത്തെ ഈ അനുഷ്ഠാനങ്ങൾക്ക് നടത്തിയിരുന്നത്. ഇതിൽ 2 ചടങ്ങുകളാണ് ഇതിനുള്ളതെന്ന് ഇദ്ദേഹം പറയുന്നു. ഒന്ന് മുറജപം, ഒന്ന് സുകൃത ഹോമം. അതിനെ പറ്റിയിട്ടൊക്കെ ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മാമാങ്കത്തിന്റെ അധികാരം തിരുവനന്തപുരത്തേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു സംഘത്തിൽ കാണുന്നുണ്ട്. ചേരമാൻ പെരുമാളിന് ശേഷം ഈ അധികാരം വള്ളുവ കോനാതിരിക്കും പിന്നീട് സാമൂതിരിക്കും ലഭിച്ചു. എന്നാൽ 1745 മൈസൂർ പടയോട്ടത്തിൽ സാമൂതിരിക്ക് കനത്ത തിരിച്ചടി നേരിട്ടതോടെ മലബാറിലെ മാമാങ്കം നിലച്ചു. ഈ അവസരത്തിലാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ വികസിപ്പിക്കുന്നതും പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിക്കുന്നതും. മാർത്താണ്ഡവർമ്മ തിരുനാവായയിലെയും തൃശ്ശൂരിലെയും മഠങ്ങളുടെ തലവന്മാരെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയും മുറജപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. 1749 ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുനാവായിലെ മാമാങ്കം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും എല്ലാ ചടങ്ങുകളും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ 1750 തിരുവനന്തപുരത്ത് ആദ്യത്തെ ഭദ്രദീപം നടന്നു. ഇന്നും മുറജവും ലക്ഷദ്വീപവും നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇന്നലെയാണ് കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരത്ത് ലക്ഷദ്വീപം അവസാനിച്ചത്. അതുകൊണ്ട് താന്ത്രികമായും ആചാരപരമായും തിരുനാവായിൽ ഇത്തരം ചടങ്ങുകൾ നടത്താൻ ആർക്കും അധികാരമില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. വേദങ്ങൾ ചൊല്ലാനുള്ള അവകാശമുള്ള ഓത്തന്മാരും വൈദികരും തിരുവനന്തപുരത്താണ് ഒത്തുചേരുന്നത്. ഇനി സന്യാസിമാർക്ക് എന്ത് കാര്യം? കേരളത്തിൽ ക്ഷേത്രങ്ങളെ സന്യാസിമാർക്ക് പൂജ ചെയ്യാനൊന്നും അവകാശമില്ല. സന്യാസം സ്വീകരിക്കുന്നതോടെ അവർ അഗ്നിയുമായിട്ടുള്ള ബന്ധം അവർ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആഗ്നേയ പാരമ്പര്യത്തിൽ അഗ്നിയെ ആവാഹിച്ചുള്ള പൂജകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. തീയാണ് മെയിൻ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതി ആയതിനാൽ സന്യാസിമാർക്ക് ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. ഉത്തരേന്ത്യൻ സന്യാസിമാർ കൂട്ടത്തോടെ നദിയിൽ മുങ്ങുന്ന കുംഭമേളയ്ക്ക് കേരളീയ തന്ത്രവിധിയിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് അരുൺകുമാർ ചോദിക്കുന്നു. ഇനി കലണ്ടറിൽ ഒരു വൈരുദ്ധ്യം ഇദ്ദേഹം പറയുന്നുണ്ട്. കേരളീയ പഞ്ചാംഗം അനുസരിച്ച് ധനുമാസത്തിലെ മകം നക്ഷത്രമാണത്രേ മാമാങ്കത്തിലെ പ്രധാന ദിവസം. അത് 2026 ജനുവരി 6 എന്നാൽ ഇവർ ജനുവരി 14 മുതൽ ഫെബ്രുവരി 3 വരെയാണ് ഉത്സവം നടത്തുന്നത്. ഇതൊരു ഉത്തരേന്ത്യൻ ചാന്ദ്ര കലണ്ടർ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മലയാളികൾ സൗര കലണ്ടറാണ് പിന്തുടരുന്നത്. ഉത്തരേന്ത്യക്കാർക്ക് പ്രധാനപ്പെട്ട മാഘമാസത്തിലെ പൗർണമി നമ്മുടെ അല്ല കേട്ടോ. കേരളത്തിലെ വെറും മകരം പൂയം നക്ഷത്രം മാത്രമാണ്. പൂയം നക്ഷത്രത്തിന് മാമാങ്കവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു സമയത്ത് നടത്തുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്നർത്ഥം. ചുരുക്കത്തിൽ മറ്റൊരു സംസ്കാരത്തെക്കുറിച്ച് യാതൊരു ധാരണവുമില്ലാത്ത ഉത്തരേന്ത്യൻ ആചാരങ്ങൾ കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിത്. ഭാരതപ്പുഴയിൽ പൂയ നക്ഷത്രത്തിൽ സന്യാസിമാർ കുളിക്കുന്നതുകൊണ്ട് കേരളീയർക്ക് യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ സന്യാസിമാർ എപ്പോഴെങ്കിലൊക്കെ കുളിച്ചോട്ടെ, ആര് കുളിച്ചാലും അവർക്കൊരു ഗുണം കിട്ടുന്നല്ലാതെ മറ്റുള്ളവർക്ക് യാതൊരു കാര്യമില്ല. ഏകശിലാ സംസ്കാരം നടപ്പിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിത്. അതായത് ഒരൊറ്റ ആചാര അനുഷ്ഠാനങ്ങൾ ഇന്ത്യ മുഴുവൻ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണിത്. ഇതിൽ ഭക്തിയോ പാരമ്പര്യമോ ഇല്ല എന്ന് ഇദ്ദേഹം അരുൺകുമാർ കൃത്യമായിട്ടും പറയുന്നു. എന്തായാലും ഇതോട് കൂടിയിട്ട് ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട വീഡിയോസുകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ റിക്വസ്റ്റ് ചരിത്രകാരന്മാരോടാണ്. വായു മൂടിക്കെട്ടിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കില്ല. നോക്കൂ, ആ മാമാങ്കത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല കഥകളും മുന്നിലേക്ക് വന്നിരിക്കുന്നു. മാമാങ്കത്ത് അവിടെ ക്ഷേത്രമായിരുന്നു, അവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നൊക്കെ പലതും കേൾക്കുന്നു. സാമൂതിരി വന്നിരുന്ന സ്ഥലമല്ല എന്നൊക്കെ പലതും പറഞ്ഞു കേൾക്കുന്നു. ഇതിനെക്കുറിച്ചിട്ട് യാഥാർത്ഥ്യബോധത്തോടെ എന്താണ് ചരിത്രമെന്ന് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വായ മൂടിക്കെട്ടി നടക്കുകയാണെങ്കിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും.
ഇനി അതെല്ലാം പ്രതീക്ഷിക്കുന്ന ചരിത്രകാരന്മാരാണോ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് മാത്രം ഇനി ചോദിക്കേണ്ടി വരും. പറയാൻ കഴിയില്ലല്ലോ. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഈ കാവി പുണരാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നതിനാൽ പറഞ്ഞു പോയതാണ്. ബൈ.